ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പം ബ്രയോഫൈറ്റ്സിലെ റിക്സിയയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിക്സിയ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, റിക്സിയ 2 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ മോർഫോളജിയും അനാറ്റമിയും, പക്ഷേ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഈ പാർട്ട് 2 മാത്രമല്ല, ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് പാർട്ട് 3 എന്ന് പറഞ്ഞ് റീപ്രൊഡക്റ്റീവ് പാർട്ട് തന്നെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 കൊണ്ട് കഴിയുന്നില്ല, പാർട്ട് 3 എന്ന് പറയുന്ന ഒരു പോർഷനും കൂടിയുണ്ട്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഡോസി വെൻട്രലി ഫ്ലാറ്റൻഡ് താലസ്, ഗ്രീൻ ഇൻ കളർ, പിന്നെ എങ്ങനെയായിരുന്നു ഡോസൽ ഗ്രൂവ്, മിഡ്രിബ്, എപ്പിക്കൽ നോച്ച്, പിന്നെ അതിൻ്റെ ലോവർ പോർഷനിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സ്കെയിൽസ് ആൻഡ് rhizoids. Scales are confined at the marginal portion and it is violet color due to the presence of the pigment anthocyanin, and the rhizoids are present at the midrib portion on the lower side. 2 types of rhizoids, smooth-walled rhizoids and tuberculated rhizoids. Then coming to the anatomy, the thallus is differentiated into 2 regions, upper photosynthetic region and lower storage region. Okay. Photosynthetic region is composed of numerous photosynthetic vertical filaments. They are placed one above the other. The cells are placed one above the other and bearing chlorophyll. The uppermost cell is devoid of chlorophyll and that layer forms the ill-defined upper epidermis. And then air pore, air channel. Then lower portion is the storage region composed of thin-walled parenchymatous cells. They are arranged compactly without intercellular spaces. Then the lower epidermis is having rhizoids and scales. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഭംഗിയായിട്ട് അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്ത് അതുപോലെ റെക്കോർഡ് ഷീറ്റും വരയ്ക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ റീപ്രൊഡക്ഷൻ ഇൻ റിക്സിയ. In Riccia, reproduction takes place by means of vegetative and sexual means, and this slide describes about the vegetative reproduction in Riccia. There are 5 means of vegetative reproduction in Riccia. First one is death and decay of the older portion of the thallus. Second one by adventitious branches. Third one by persistent apices. Fourth one by tubers, and the fifth one by rhizoids. അപ്പോൾ ഈ സ്ലൈഡിൽ ഇത്രയും മാത്രം പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോട്ട്സ് ഉണ്ട്, അതിൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം എന്താ ഡെത്ത് ആൻഡ് ഡീക്കേ ഓഫ് ദ ഓൾഡർ പോർഷൻ ഓഫ് ദ താലസ് എന്ന് പറഞ്ഞാൽ. അപ്പോഴേ നമ്മൾ റിക്സിയയുടെ താലസിൻ്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ ആ ഓരോ താലസ് നോക്കിയാൽ അതിൻ്റെ ബേസൽ പോർഷൻ ഒരു കോമൺ പാർട്ടുണ്ട്, അത് മുകളിലോട്ട് വന്നിട്ട് പിന്നെയാണ് അത് 2ആയിട്ട് തിരിയുന്നത് ഇല്ലേ? അപ്പോൾ നാച്ചുറലി ഓരോ താലസിൻ്റെ ഓരോ പോർഷൻ എടുത്താലും ആ ബേസൽ പോർഷൻ എന്ന് പറയുന്നതാണ് ഓൾഡർ പോർഷൻ എന്ന് പറയുന്നത് ഇല്ലേ? അപ്പോൾ ആ ഓൾഡർ പോർഷന് പിന്നെ അത് അതിൻ്റെ സെൽസൊക്കെ നശിച്ച് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് വരുന്തോറും ദാറ്റ് ഡീകെ റീച്ചസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഡൈക്കോട്ടമി ഇല്ലേ? ആ ഡൈക്കോട്ടമി വരെയും അതിങ്ങനെ താലസിൻ്റെ പോർഷൻ നശിച്ച് പോകുമ്പോൾ ആ ഡൈക്കോട്ടമിയുടെ പോർഷൻ എത്തുമ്പോൾ അത് വീണ്ടും നശിച്ച് കഴിയുമ്പോൾ 2 പോർഷനായിട്ട് മാറും. മനസ്സിലായോ? ദെൻ ഈച്ച് പോർഷൻ ഡെവലപ്സ് ഇൻ ടു എ ന്യൂ താലസ്. മനസ്സിലായല്ലോ? അപ്പം this is the commonest method of vegetative reproduction in Riccia. The older part of the dichotomously branched thallus gradually dies off at old age. As the process of death approaches the point of dichotomy, the 2 branches of the thallus separate and each grows into a new plant. Okay. Next one is about by adventitious branches. And this type of reproduction is mainly seen in the aquatic species of Riccia, that is Riccia fluitans. പേര് ഓർക്കുന്നുണ്ടല്ലോ. And certain adventitious branches develop on the ventral surface of the thallus, and these branches, when separate from the parent plant, grows into a new plant. Then the third one is by persistent apices. എന്താ persistent apices എന്ന് പറഞ്ഞാൽ? apices and apical portion. Persistent is a പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഡ്യൂറിങ് drought conditions, all parts of the thallus
disintegrate, but the apical portion remains as such. The apical part grows deep in the soil and becomes thick. It becomes active and grows during next season and develops to new thallus. This process is actually a method of perennation rather than a multiplication process. എന്താ പെർസിസ്റ്റൻ്റിലെ പെരിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് നമ്മൾ ഉള്ളി അല്ലെങ്കിൽ ലില്ലി വർഗത്തിൽപ്പെട്ട ചെടികൾ നിങ്ങൾക്കറിയാം, ഇത് മെയ് ഫ്ലവർ എന്നോ അല്ലെ ഏപ്രിൽ ലില്ലി എന്നൊക്കെ പറയുന്ന ഫ്ലവറുകളില്ലേ, അത് പിന്നെ അതിൻ്റെ പെരിനേറ്റിംഗ് സ്ട്രക്ചറാണ് ബൾബ്. ഉള്ളി പോലത്തെ ഒരു സ്ട്രക്ചർ കാണും. അത് ഭൂമിക്കടിയിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്കാണ് ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ നല്ലൊരു മഴ വന്ന് കഴിയുന്നുടനെ വേഗം നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലൊക്കെ ഒരിലയും വന്നിട്ട് ഇങ്ങനെ നല്ലൊരു ഫ്ലവറും വരുന്ന കാണും. മനസ്സിലായി? ലില്ലി വർഗത്തിൽപ്പെട്ടതൊക്കെ അങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് മെയ് ഫ്ലവർ ഒരു സ്റ്റോക്കും ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കുറേ ഇൻഫ്ലോറസൻസ് ഫ്ലവറൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ചുമന്ന ഫ്ലവർ, അതിനെ മെയ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ വിചാരിക്കേ, എടാ ഇതൊന്നും കുഴിച്ചിട്ടില്ലായിരുന്നല്ലോ, ഇത്ര വേഗം എങ്ങനെ ഈ ചെടി ഇവിടെ ഉണ്ടായെന്ന്. പക്ഷേ ആ ചെടി അവിടെ ഉണ്ടായിരുന്നത് എങ്ങനെയാ? അതിൻ്റെ അടിയിൽ അതിൻ്റെ ബൾബ് ഒരു പെരിനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് അവിടെ ഇരുന്നു. മനസ്സിലായോ? അപ്പോൾ പെരിനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് അതിൻ്റെ ബൾബ് അവിടെ ഇരുന്നു. പക്ഷേ ഒരു ഫേവറബിൾ സീസൺ വന്നപ്പോൾ അത് സ്പ്രൗട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പം ഇവിടെ അതുപോലെ തന്നെ ഈ എപ്പിക്കൽ ബഡ് ഒരു പെരിനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓൾഡർ പാർട്ടെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ട് എപ്പിക്കൽ പോർഷൻ മാത്രം അവിടെ പെർസിസ്റ്റ് ചെയ്യും. അത് സോയിലിൽ അങ്ങനെ ഇരുന്നിട്ട് തിക്കാകും. അതെന്തിനാണ് തിക്കായിട്ട് മാറുന്നത്? അതിന് ചുറ്റും വോളൊക്കെ വന്നൊരു തിക്ക് കണ്ടീഷനായിട്ട് മാറുന്നത് എങ്ങനെ? ടു ടൈഡ് ഓവർ ദ അൺഫേവറബിൾ കണ്ടീഷൻ. അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ റിക്സിയ എല്ലാം ഇച്ചിരി ഉണക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് ഉണങ്ങിപ്പോകും, അതവിടെ കാണത്തുപോലുമില്ല. പിന്നെ ജൂൺ ജൂലൈ മാസത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് നോക്കി കാണണമെന്ന് പറഞ്ഞിരുന്നു, നമ്മൾ തറഞ്ഞു കിടക്കുന്ന മുറ്റത്തൊക്കെ ഇപ്പോഴത് വളർന്നു നിൽക്കുന്നത് കാണാം. ഒരു പക്ഷേ അത് ഈ എപ്പിക്കൽ ബഡ് ഒരു പെരിനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്ത് അവിടെ ഉണ്ടായിരിക്കണം. ഇനി അതുമാത്രമല്ല, സ്പോറും അങ്ങനെ കുറേ നാൾ മണ്ണിൽ തന്നെ കിടക്കാനുള്ള കണ്ടീഷനുണ്ട്. അപ്പം ഓൺ റീച്ചിങ് എ ഫേവറബിൾ കണ്ടീഷൻ ഇത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് പുതിയ പ്ലാന്റായിട്ട് വളരുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ ഈസ് ബൈ ട്യൂബേഴ്സ്. ആൻഡ് at the end of the growing season, in certain species of Riccia, അതായത് Riccia discolor, അതിൽ the epiphyses of the thallus lobes form perinating structure called tubers. The tubers remain dormant during unfavorable period and grows to a new thallus on the return of favorable condition. ഇപ്പോഴും ഈ എപ്പിസസ് തന്നെ എപ്പിക്കൽ റീജിയനിൽ തന്നെ ചില ട്യൂബറുകൾ, ചില ഗ്രോത്തുകൾ ഉണ്ടായിട്ട് അതൊരു പെരിനേറ്റിംഗ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്തിട്ട് അടുത്ത സീസൺ വരുമ്പോൾ പുതിയ പ്ലാന്റായിട്ട് അത് മാറും. ഇനി ബൈ റൈസോയിഡ്സ് നിങ്ങൾക്കറിയാം, പ്രസൻറ്റ് അറ്റ് ദ ലോവർ സൈഡ് ഓഫ് ദ താലസ്. 2 types of റൈസോയിഡ്സ് ആൻഡ് ദിസ് ഈസ് മെൻ ഫോർ ഫിക്സേഷൻ ആൻഡ് അബ്സോർഷൻ. അപ്പോൾ ചില കേസിൽ the epiphyses of the rhizoid divide repeatedly and form a cellular mass. These cell possesses chloroplast and have the capability to grow into a new thallus. And these are the methods of vegetative reproduction. ഇത്രയും മനസ്സിലായല്ലോ? Death and decay of the older portion of the thallus by adventitious branches, by persistent epiphyses, then by tubers and by rhizoids. Next one is about sexual reproduction, and the sexual reproduction is oogamous type. Male sex organ is the antheridia and archegonia is the female sex organ. And both these antheridia and archegonia, they are born on the same thallus but born on separate chambers of the same thallus on the dorsal surface of the thallus. And they are arranged in an acropetal succession. എന്താ മനസ്സിലായത്? അപ്പം ഒരേ താലസെ തന്നെ 2 ഡിഫറൻറ്റ് ചേമ്പറിലായിട്ടാണ്, ചേമ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 ഡിഫറൻറ്റ് ചേമ്പറിലായിട്ടാണ് ഈ ആന്ത്രിഡിയായും ആർക്കിഗോണിയായും കാണുന്നത്. അത് താലസിൻ്റെ ഡോസൽ സർഫസിലാണ് ഇത് ഉണ്ടാകുന്നത്. അതായത് ചേമ്പർ അല്ലെങ്കിൽ ഒരു പിറ്റിനകത്താണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി അക്രോപിറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
എന്താ അറിയാമോ? അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെസിമോസ് ഇൻഫ്ലോറസെൻസ് ഒക്കെ, അതായത് കിലിക്കി ക്രോട്ടലേറിയ, അതിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന അക്രോപെറ്റൽ സക്സഷനിലാണ്. എന്താണെന്ന് അത് മനസ്സിലാക്കിയത്? അതായത് ഓൾഡർ ഫ്ലവേഴ്സ് ആർ കൺഫൈൻഡ് അറ്റ് ദ ബേസൽ പോർഷൻ ആൻഡ് ദ യങ്ങർ ഫ്ലവേഴ്സ് അറ്റ് ദ ടെർമിനൽ പോർഷൻ. അതേപോലെ തന്നെയാണ് ഇതും അക്രോപെറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞ ടേം മനസ്സിലാക്കേണ്ടത്. ആദ്യം അതായത് ഓൾഡർ വൺസ് ആർ കൺഫൈൻഡ് അറ്റ് ദ ലോവർ പോർഷൻ ഓഫ് ദ താലസ് ആൻഡ് ദ യങ്ങർ വൺസ് ആർ പ്രസൻറ്റ് അറ്റ് ദ ടെർമിനൽ പോർഷൻ ഓഫ് ദ താലസ്. മനസ്സിലായോ? ആദ്യം മെച്യൂർ ആകുന്നത് താഴെയുള്ള ഒരെണ്ണം മെച്യൂറായി, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത്, അങ്ങനെയാണ് അത് മെച്യൂർ ആകുന്നത്. താഴെ പോർഷനിൽ നിന്ന് മെച്യൂറായിട്ട് മുകളിലോട്ട് വരുന്നു. ആ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ് ബേസി പെറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യം മെച്യൂർ ആകുന്നത് മുകളിൽ നിന്ന് താഴോട്ട്, അപ്പോഴേ യങ്ങറായിട്ടുള്ളത് താഴെ പൊസിഷനിലാണ് കാണുന്നത്. അത് ബേസി പെറ്റൽ സക്സഷൻ. അപ്പോൾ അക്രോപെറ്റൽ സക്സഷൻ മനസ്സിലായല്ലോ. ഇനി ഈ രണ്ട് പടം ഞാനിവിടെ കാണിച്ചിരിക്കുന്നു. അത് എ എന്ന് പറയുന്നത് ആന്ത്രഡിയായും ബി ഡയഗ്രാം ആർക്കിഗോണിയായുമാണ്. അപ്പം നോക്കിക്കേ, അത് ആന്ത്രഡിയ കണ്ടില്ലേ, ഒരു കുഴി പോലത്തെ, ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു കുഴിയുണ്ട്. അതിനാണ് ആന്ത്രഡിയൽ ചേംബർ എന്ന് പറയും. ആ ചേംബറിനകത്ത് ആന്ത്രഡിയുണ്ട്. ബാക്കി ഭാഗം നമ്മുടെ സ്റ്റോറേജ് റീജിയനെ താഴെ കാണുന്ന മുകളിലോട്ട് ഫിലമെൻ്റ് ഫോട്ടോസിന്തറ്റിക് റീജിയനും കണ്ടു. മനസ്സിലായോ? അതേപോലൊക്കെ തന്നെയാണ് ആർക്കിഗോണിയായും. കണ്ടില്ലേ, ഡോസൽ സർഫസിൽ ഇങ്ങനെ സ്റ്റോറേജ് റീജിയൻ്റെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട്. അപ്പോൾ ആർക്കിഗോണിയയുടെ നെക്കൊക്കെ കണ്ടാൽ നോക്കിയാൽ നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ഫിലമെൻ്റാന്ന് വിചാരിക്കും. അതിനിടയ്ക്കാണ് ഇത് കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ഊഗാമസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഈസ് ദ ആന്ത്രഡിയ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഈസ് ദ ആർക്കിഗോണിയ. ദേ ആർ ബോൺ ഓൺ സെപ്പറേറ്റ് ചേംബേഴ്സ് ആൻഡ് ഡെവലപ്പ് ഓൺ ദ ഡോസൽ സർഫസ് ഓഫ് ദ താലസ്. ദേ ആർ ബോൺ ഇൻ അക്രോപെറ്റൽ സക്സഷൻ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആന്ത്രഡിയ. They are present singly in an anthodial chamber. അതായത് ഒരു ചേംബറിനകത്തിൽ ഒരു ആന്ത്രഡിയായി ഉണ്ടാകത്തുള്ളൂ. ഇത് പ്രത്യേകമായിട്ടും ഓർത്തിരിക്കണം. ഇനിയും ആന്തോസിറോസ് എന്ന് പറഞ്ഞ അടുത്ത ടൈപ്പ് പഠിപ്പിക്കുമ്പം റൂഫ്ഡ് ചേംബറാണ് കാണുന്നത്. ആ ചേംബറിനകത്ത് ഗ്രൂപ്പായിട്ടാണ് ആന്ത്രഡിയ കാണുന്നത്. അത് ഞാൻ അന്നേരം പറഞ്ഞുതരാം. അപ്പോഴേ ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. ഇൻ റിക്സിയ ദ ആന്ത്രഡിയ ആർ പ്രസൻറ്റ് ഇൻ ദ ആന്ത്രഡിയൽ ചേംബർ. ദേ ആർ പ്രസൻറ്റ് സിംഗ്ലി ഇൻ ആൻ ആന്ത്രഡിയൽ ചേംബർ. അല്ല, എന്താ അർത്ഥം? ഉള്ളി എ സിംഗിൾ ആന്ത്രഡിയ ഈസ് പ്രസൻറ്റ് ഇൻ ആൻ ആന്ത്രഡിയൽ ചേംബർ. ഇനി ആന്ത്രഡിയയുടെ സ്ട്രക്ചർ നോക്കിക്കേ. ഇപ്പോൾ ഞാനിത് മറ്റേ ഡയഗ്രാം അല്പം താലസിൻ്റെ പോർഷനും കൂടെ ഉണ്ടായിരുന്നു. ഇത് ആന്ത്രഡിയ അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കാണുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഫിലമെൻ്റ്, താലസിനുള്ളിലാണ് ഇത് കാണുന്നത് കേട്ടോ. ഇനി ഒരു ആന്ത്രഡിയയുടെ സ്ട്രക്ചർ നോക്കിക്കേ. ഇറ്റ് ഈസ് ഹാവിങ് എ ഷോർട്ട് സ്റ്റോക്ക് by which the anthridia is attached at the lower portion of the chamber and an oval ഷേപ്ഡ് ബോഡി. അപ്പോൾ രണ്ട് പോർഷനേ ഉള്ളൂ. എന്താണ്? ഒരു ഷോർട്ട് സ്റ്റോക്ക്, മൾട്ടി സെല്ലുലാർ സ്റ്റോക്കാണ്. നോക്കിക്കാൻ 2-3 ലെയർ സെല്ല് കാണുന്നുണ്ട്. പിന്നെ ഒരു ഓവൽ ഷേപ്ഡ് ബോഡിയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഉപയോഗിച്ച് ഈ ആന്ത്രഡിയൽ ചേംബറിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഈ ആന്ത്രഡിയ ഉറപ്പിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ദെൻ ആൻ ഓവൽ ഷേപ്ഡ് ബോഡി. ഇനി ആ ഓവൽ ഷേപ്ഡ് ബോഡിയിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കിയേ. എ സിംഗിൾ ലെയേർഡ് സ്റ്റിറൈൽ ജാക്കറ്റ് ആൻഡ് ദിസ് സിംഗിൾ ലെയേർഡ് സ്റ്റിറൈൽ ജാക്കറ്റ് ഈസ് കോൾഡ് ആന്ത്രഡിയൽ വോൾ. ആ ഡയഗ്രത്തിൽ നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഇനിയും ഈ ദിസ് ആന്ത്രഡിയൽ വോൾ എൻക്ലോസസ് ന്യൂമറസ് ക്യൂബോയിഡ് സെൽസ് കോൾഡ് ആൻഡ്രോസൈറ്റ് മദർ സെൽസ്. അപ്പോൾ ഈ സിംഗിൾ ലെയേർഡ് ആന്ത്രഡിയൽ വോളിനകത്തിൽ എന്തോ ഉണ്ട്? ധാരാളം ക്യൂബോയിഡ് ആൻഡ്രോസൈറ്റ് മദർ സെൽസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡ് എന്തുവാ? ഹാപ്ലോയിഡാണ്. അത് ഓർത്തോണം കേട്ടോ. താലസ് ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിൽ ഉണ്ടാകുന്ന ആന്ത്രഡിയവും ആന്ത്രഡിയത്തിനകത്ത് നിന്നുണ്ടാകുന്ന ആന്ത്രോസോയിഡ് അല്ല സ്പേം, ഇതെല്ലാം ഹാപ്ലോയിഡ് തന്നെയാണ്. മനസ്സിലായോ? ആൻഡ് ദിസ് ആന്ത്രഡിയൽ ചേംബർ ഓപ്പൺസ് ഔട്ട് ബൈ മീൻസ് ഓഫ് ആൻ ഓപ്പണിംഗ് കോൾഡ് ഓസ്റ്റിയോൾ. ഇത്രയും മനസ്സിലായല്ലോ ആന്ത്രഡിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്? ഒന്ന് പഠിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. ആന്ത്രഡിയ ആർ പ്രസൻറ്റ് സിംഗ്ലി ഇൻ ആൻ ആന്ത്രഡിയൽ ചേംബർ ആൻഡ് ഈച്ച് ആന്ത്രഡിയം ഈസ് ഹാവിങ് എ മൾട്ടി സെല്ലുലാർ സ്റ്റോക്ക് ബൈ വിച്ച് ദ ആന്ത്രഡിയം ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ആന്ത്രഡിയൽ chamber. Okay, and it is having an oval shaped multicellular
body, and this body is having a single layered sterile jacket called anthodial wall, and this anthodial wall encloses numerous cuboid androcyte mother cells, and this anthodium opens out ത്രൂ ആൻ ഓപ്പണിംഗ് കോൾഡ് ഓസ്റ്റിയോൾ. ഓക്കെ, ഇതിങ്ങനെ വരച്ച് പഠിക്കണം, ഭംഗിയായിട്ട് പഠിക്കണം. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്പെർമറ്റോജെനിസിസ്. ദ സ്പെർമറ്റോജെനിസിസ് മീൻസ് formation of sperm or androzoid from the androcyte mother cell. ഇറ്റ് ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ്. മനസ്സിലായോ? ആൻഡ്രോസൈറ്റ് മദർ സെല്ലിൽ നിന്നും ആന്ത്രോസോയിഡ് ഉണ്ടാകുന്ന, ആന്ത്രോസോയിഡിൻ്റെ മറ്റേ പേരാണ് സ്പേം, ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, ഓരോ ആന്ത്രിഡ്യത്തിനകത്തിലും ധാരാളം ആൻഡ്രോസൈറ്റ് മദർ സെല്ലുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് പറഞ്ഞേ? ക്യൂബോയിഡ് എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ പ്രയർ ടു ദ ഫോർമേഷൻ ഓഫ് ആന്ത്രോസോയിഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈച്ച് ക്യൂബോയിഡ് ആൻഡ്രോസൈറ്റ് മദർ സെൽ അണ്ടർഗോസ് എ ഡയഗണൽ ഡിവിഷൻ. ആദ്യത്തെ ഡയഗ്രം നോക്കി, മനസ്സിലായോ? ഒരു ഡയഗണൽ ഡിവിഷൻ നടക്കും. അങ്ങനെ ആ ഓരോ സെല്ലിൽ നിന്നും 2 ട്രയാങ്കുലർ സെല്ലുകൾ ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് ആൻഡ്രോസൈറ്റ്. മനസ്സിലായോ? ഇനി ഈ ആൻഡ്രോസൈറ്റ് ആ സെല്ല് ഇൻടാക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരു സെപ്പറേഷൻ വോൾ ഉണ്ടാവുക, 2 ആൻഡ്രോസൈറ്റുകളായിട്ട് മാറുക. പക്ഷേ അത് സെപ്പറേറ്റ് ചെയ്തങ്ങ് പോകത്തില്ല, ആ വോളിന് തന്നെ ഇൻടാക്റ്റായിട്ടിരിക്കും. എന്നിട്ട് അതിന് കുറച്ച് ചേഞ്ചസ് നടക്കും. അത്ര ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നിങ്ങൾക്ക് ഒന്നിൻ്റെയും പഠിക്കാനില്ല, ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഓർത്തിരിക്കുക. അപ്പോഴേ ഇങ്ങനെ പിന്നീട് പറഞ്ഞാലും മതി. ഈച്ച് ആൻഡ്രോസൈറ്റ് മെറ്റമോർഫോസസ് ഇൻറ്റു ആൻ ആന്ത്രോസോയിഡ്. ഇനി ഓരോ ആന്ത്രോസോയിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈച്ച് ആന്ത്രോസോയിഡ് ഈസ് എ കോയിൽഡ് സ്ട്രക്ചർ വിത്ത് 2 flagella ആൻഡ് ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ആൻഡ് യൂണിന്യൂക്ലിയേറ്റ്. അപ്പോൾ ആന്ത്രോസോയിഡ് കോയിൽഡാണ്, അതിന് 2 ഫ്ലാജെല്ല ഉണ്ട്, അതിൽ ഒരു ന്യൂക്ലിയസുമേ ഉള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോഴേ ഇവിടെ ഒക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ്രോസൈറ്റ് മദർ സെല്ലിന് എന്നാ ഡിവിഷനാണ് നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുന്നുണ്ടേ, പിന്നെ ഒരു ഡയഗണൽ ഡിവിഷൻ ആയിരിക്കത്തില്ല, ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ഡിവിഷനോ ട്രാൻസ്വേഴ്സ് ഡിവിഷനോ ആയിരിക്കും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻ Riccia, androcyte mother cell undergoes 1 diagonal division. മനസ്സിലായല്ലോ? എന്നിട്ട് ഓരോ അങ്ങനെ ഡയഗണൽ ഡിവിഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന സെല്ലിന് പറയുന്ന പേരാണ് ആൻഡ്രോസൈറ്റ്. ആൻഡ് ഈച്ച് ആൻഡ്രോസൈറ്റ് മെറ്റമോർഫോസസ് ഇൻറ്റു ആന്ത്രോസോയിഡ്. ഈച്ച് ആന്ത്രോസോയിഡ് ഈസ് എ യൂണിസെല്ലുലാർ യൂണിന്യൂക്ലിയേറ്റ് ബൈഫ്ലാജെല്ലേറ്റഡ് കോയിൽഡ് സ്ട്രക്ചർ. അപ്പം ഞാൻ പറയട്ടെ, ഒരു ആന്ത്രിഡ്യായിക്കകത്തിൽ 1000 ആൻഡ്രോസൈറ്റ് മദർ സെൽ ഉണ്ടെങ്കിൽ എത്ര ആന്ത്രോസോയിഡ് ഉണ്ടാകും? 1000 ആൻഡ്രോസൈറ്റ് മദർ സെൽ, അതിൽ നിന്ന് എത്ര ആന്ത്രോസോയിഡ് കിട്ടും? 2000 ആന്ത്രോസോയിഡ്. മനസ്സിലായോ? ഓരോ സെല്ലിനും ഡയഗണൽ ഡിവിഷൻ നടന്നിട്ട് 2 ആൻഡ്രോസൈറ്റ് ഉണ്ടാകും. എന്നിട്ട് ഓരോ ആൻഡ്രോസൈറ്റും ഓരോ ആന്ത്രോസോയിഡായിട്ട് മാറും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി അങ്ങനെ ഉണ്ടായ ആന്ത്രോസോയിഡ് ഈ ആന്ത്രിഡ്യത്തിനുള്ളിൽ ഇൻടാക്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് മെച്ചുറായി കഴിയുമ്പോഴല്ലേ, ഫെർട്ടിലൈസേഷൻ്റെ സമയമാകുമ്പോഴാണ് അത് ഡിഹൈസ് ചെയ്ത് പുറത്ത് വരുന്നത്. ഇനി നമുക്ക് ഡെഹിസൻസ് ഓഫ് ആന്ത്രിഡ്യം, എങ്ങനെയാണ് ആന്ത്രിഡ്യം ഡിഹൈസ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ. തിരുന്നാൽ പോരാല്ല, ആന്ത്രോസോയിഡ് പുറത്ത് വരണ്ടേ. As water enters in the anthodial chamber, the sterile apical cells of the anthodial jacket enlarges by absorbing water, become softened and ultimately break open. The mature anthrozoids, along with the semi-fluid mass, come out of the anthodium to the anthodial chamber and then to the dorsal surface of the thallus through the ostiole. അപ്പം ഞാൻ തിരിച്ച് സ്ട്രക്ചറിലോട്ടൊന്ന് വരാം. നോക്കിയേ, ഇത് ആന്ത്രിഡ്യത്തിൻ്റെ സ്ട്രക്ചർ ഇല്ലേ? അതിന് ഓസ്റ്റിയോൾ ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റിറൈൽ ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനുള്ളിലാണ് ആൻഡ്രോസൈറ്റ് മദർ സെല്ല് ക്യൂബോയിഡ്. അത് നമുക്ക് കാണാം ഈ പടത്തിൽ ഇല്ലേ? അങ്ങനെ ഓരോ ആൻഡ്രോസൈറ്റ് മദർ സെല്ലിനും ഡയഗണൽ ഡിവിഷൻ നടന്നിട്ട് ആന്ത്രോസോയിഡ് ഉണ്ടാകുന്നു.
അപ്പോൾ അത് ഇങ്ങനെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ താലസിനുള്ളിലെ ആന്ത്രിഡ്യത്തിനകത്തിലിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബ്രയോഫൈറ്റിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചു. എന്താ? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് ഇത് ധാരാളമായിട്ട് ഈ ബ്രയോഫൈറ്റ് വളരുന്നത്. ഇത് ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന തിണ്ടിലോ തറഞ്ഞ മുറ്റത്തോ ഒക്കെ ഇത് വേഗം മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം അതാണ്. നമുക്ക് അതുകൊണ്ടാണ് ഉണക്ക് സീസണിൽ കാണാത്തത്. വെള്ളം ഫെർട്ടിലൈസേഷൻ ഇതിന് വാട്ടർ അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ആന്ത്രോസോഡ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഇനി പുറത്തു വരുന്നത് എങ്ങനെയാണ്? വെള്ളം ഇറ്റ് അബ്സോർബ്സ് വാട്ടർ. ആന്ത്രിഡ്യത്തിൻ്റെ സ്റ്റിറൈൽ ജാക്കറ്റിൻ്റെ ഓസ്റ്റിയോളിനടുത്തുള്ള 3-4 സെല്ലുകൾ വാട്ടർ അബ്സോർബ് ചെയ്ത് എൻലാർജ് ചെയ്യും. ഇല്ലേ? അങ്ങനെ എൻലാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ ടർഗർ പ്രഷർ കൊണ്ട് പതുക്കെ ആ മേളിലുള്ള സെല്ലുകൾ അങ്ങ് പൊട്ടും. ഇല്ലേ? അപ്പോൾ അങ്ങനെ പൊട്ടുന്ന ഇതുകൊണ്ടും ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒരു മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകും. മനസ്സിലായല്ലോ? ആ മ്യൂസിലേജിനസ് സബ്സ്റ്റൻസും അപ്പോൾ ഇതിനകത്തിലങ്ങ് തിങ്ങി നിറഞ്ഞ ആന്ത്രോസോഡെല്ലാം കൂടെ പുറത്ത് വരാനിങ്ങനെ അങ്ങ് തിരക്ക് പിടിച്ച് നിൽക്കുമായിരുന്നു. ഇല്ലേ? അപ്പോൾ വാട്ടർ അപ്പം കൊണ്ട് അബ്സോർബ് ചെയ്തു ടർഗർ പ്രഷർ കൂടിയിട്ട് ഈ എപ്പിക്കൽ സെല്ലിൻ്റെ പോർഷൻ പൊട്ടി. അപ്പോഴത്തെ കുറച്ച് മ്യൂസിലേജും ഒക്കെ ഉണ്ടായി. ആ മ്യൂസിലേജിനകത്തേക്ക് ഈ ആന്ത്രോസോഡ് ഫ്ലാജെല്ലേറ്റഡ് അല്ലേ, അതെല്ലാം കൂടി ഇങ്ങനെ പുറത്തോട്ടിറങ്ങി ആ ഓസ്റ്റിയോളിലൂടെ വന്നിട്ട് താലസിൻ്റെ പുറത്തിങ്ങനെ പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെയാണ് ആന്ത്രിഡിയം ഡിഹൈസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ അപ്പോൾ ആലോചിച്ച് നോക്കി, ആന്ത്രോസോഡ് ഇങ്ങനെ ഫെർട്ടിലൈസേഷന് തയ്യാറായിട്ട് താലസിൻ്റെ പുറത്തിങ്ങനെ വന്നിരിക്കുക. ഇനി ആർക്കിഗോണിയത്തിൻ്റെ കാര്യം പറയണമല്ലോ. സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയം. ആർക്കിഗോണിയം ഞാൻ കാണിച്ചു. എന്താ ആർക്കിഗോണിയം? താലസിൻ്റെ ഡോസൽ സർഫസിലാണ് കാണുന്നത്. ആ പടം ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ഇനി ഒരു ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഇത് ഓർത്തിരുന്നോണം. ബ്രയോഫൈറ്റിലാണെങ്കിലും ടെർഡോഫൈറ്റിലാണെങ്കിലും ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ. എങ്ങനെ? ആർക്കിഗോണിയം ഈസ് എ flask shaped structure and it remains attached to the thallus by a short stalk, and it consists of an upper elongated slender portion called a neck and a basal globular portion called venter. ഇത്രയുമേ ഉള്ളൂ പിന്നെ ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആർക്കിഗോണിയം എന്ന് പറയുമ്പം എന്തോ ഓർമ്മ വരണം? ഫ്ലാസ്ക് ഓർമ്മ വരണം ഇല്ലേ? ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ? ഇറ്റ് ഈസ് ഹാവിങ് എ ബേസൽ സൊള്ളൻ പോർഷൻ കോൾഡ് വെൻറ്റർ ആൻഡ് ആൻ ഇലോങ്ങേറ്റഡ് നെക്ക് കോൾഡ് നെക്ക്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ഇനി വെൻറ്ററിനകത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാമോ? ഒരു ലോവർ വെൻറ്റർ കനാൽ സെല്ല്, അപ്പർ എക്സെല്ല്. ഇനി നെക്കിനകത്തിലാണെങ്കിൽ നെക്ക് കനാൽ സെല്ലും ഉണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഈച്ച് ആന്ത്രിഡിയം ഈസ് എ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഹാവിങ് ആൻ അപ്പർ ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ സ്ട്രക്ചർ കോൾഡ് നെക്ക് ആൻഡ് എ ബേസൽ ഗ്ലോബുലാർ പോർഷൻ കോൾഡ് വെൻറ്റർ. മനസ്സിലായല്ലോ? വെൻറ്ററിനകത്ത് സെല്ല് എന്തൊക്കെയാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു വെൻറ്റർ കനാൽ സെല്ലും എക്സെല്ലും. ഞാൻ ലോവർ വെൻറ്റർ കനാൽ സെല്ലെന്നാണ് പറഞ്ഞത്, സോറി. അപ്പർ വെൻറ്റർ കനാൽ സെല്ലും ലോവർ എക്സെല്ലും. അപ്പം ഈ ആർക്കിഗോണിയത്തിൽ ഏറ്റവും അടിയിലാണ് എഗ്ഗ് കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വെൻറ്റർ കനാൽ സെല്ല്, പിന്നെ നെക്ക് കാണാം, നെക്കിനകത്തിലെ നെക്ക് കനാൽ സെല്ല്. ഓക്കെ. ഇനി ഈ നെക്ക് അടച്ചു വെച്ചിരിക്കുന്ന ആ സെല്ലിന് പറയുന്ന പേരാണ് കവർ സെല്ലെന്ന്. ഇനി കവർ ആ പേരിൽ തന്നെ ക്ലിയർ ആയില്ലേ? കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ കവർ സെല്ലില്ലെങ്കിലോ ഇത് എക്സ്പോസ് ചെയ്തിരിക്കും ഇല്ലേ? അപ്പോഴെന്തോ ഉറുമ്പിനോ എന്തോ വേണമെങ്കിലും എപ്പോഴും ഈ ആർക്കിഗോണിയത്തിനുള്ളിലേക്ക് കയറാം. അതുകൊണ്ട് ആണ് കവർ സെല്ല്. മനസ്സിലായോ? ഇനി ഇതിൽ 1-2 കാര്യങ്ങൾ, കുറച്ച് കൺസെപ്റ്റ് തരാം. നോക്കിക്കേ. ദ നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെർട്ടിക്കൽ റോസ് എൻക്ലോസിങ് 4 നെക്ക് കനാൽ സെൽസ്. ദ വെൻറ്റർ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലെയേർഡ് jacket. It encloses a small venter canal cell and large egg. 4 cover cells are present at the top of the neck. ഒന്നും മനസ്സിലായില്ല എനിക്കറിയാം. ചില കേസിൽ വെൻട്രൽ കനാൽ സെൽ എന്നും പറയും, വെൻറ്റർ കനാൽ സെൽ എന്നും പറയും കേട്ടോ. അപ്പോൾ ദ നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെർട്ടിക്കൽ റോസ് എൻക്ലോസിങ് 4 നെക്ക് കനാൽ സെൽസ്. എന്തുവാ അത് മനസ്സിലായത്? ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നും ഇല്ലേ? 6 വെർട്ടിക്കൽ റോസ് എൻക്ലോസിങ് 4 നെക്ക് കനാൽ സെൽസ്. ആ കൺസെപ്റ്റ് ഞാൻ തരാനൊന്ന് ശ്രമിക്കുക.
നമ്മൾ പിന്നെ ഒരു റൂം ഉണ്ടാക്കുന്ന എങ്ങനെ സാധാരണ നമ്മുടെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഒരു റൂമിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. ഒറ്റ റൂം അതുണ്ടാക്കുന്ന എങ്ങനെ, നമ്മൾ വെട്ടുകല്ല് അല്ലെങ്കിൽ ഇഷ്ടിക ഇല്ലേ, അത് ആദ്യം നമ്മളിങ്ങനെ പിന്നെ ഒരു സ്ക്വയറായിട്ടോ അല്ലെ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ആണെങ്കിൽ ഏറ്റവും ഇങ്ങനെ ഒരു സൈഡ് മാത്രം കെട്ടി മുകളിലോട്ട് വരുവാന്നോ? അല്ല, ആദ്യം നമ്മൾ ഒരു റോ ആയിട്ട് ഒറ്റ നിരയായിട്ട് ആ 4 സൈഡും കവർ ചെയ്യത്തക്കതുപോലൊക്കെ വെട്ടുകല്ലല്ലെങ്കിൽ ഇഷ്ടിക വെക്കും ഇല്ലേ. അപ്പം ഒരു റോ ആയല്ലോ, മനസ്സിലായില്ലേ? ഇനിയും അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കും, മനസ്സിലായോ? അത് സെക്കൻഡ് റോ. ആ കൺസെപ്റ്റ് കിട്ടിയോ? പിന്നെ എങ്ങനെ അതിൻ്റെ അടുത്ത പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വീണ്ടും കല്ലുകൾ വെക്കും, അത് തേർഡ് റോ. അങ്ങനെ 4th റോ 5th റോ 6th റോ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കണേ നമ്മൾ ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ല് ഇങ്ങനെ റോ ആയിട്ട് അടുക്കി മുകളിലോട്ട് വെച്ച് 10 20 റോ കാണും, അല്ലെങ്കിൽ 30 50 റോ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് ഇല്ലേ. അപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും വലിയത് അല്ല, ഞാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ. അപ്പോൾ അതാ പറഞ്ഞ നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെർട്ടിക്കൽ റോസ് എന്ന് പറഞ്ഞത്. ഓരോ നെക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു സെല്ലുകൾ മുകളിൽ അടുക്കി വെച്ച് നെക്ക് ഉണ്ടാക്കുന്നു, മനസ്സിലായോ? അപ്പോൾ ഫ്ലാസ്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലാസ്ക് എൻ്റെ ഒരു ഔട്ടർ കവറിങ് ഉണ്ട് ഇല്ലേ, അതാണ് നെക്കെന്ന് പറയുന്നത്. ഫ്ലാസ്കിനുള്ളിലൊരു ക്യാവിറ്റി ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഇല്ലേ, മനസ്സിലായോ? അപ്പോൾ അതാണ് അതിനെ നമ്മൾ നെക്ക് കനാലെന്ന് പറയാം. ഇപ്പം നെക്ക് അതിൻ്റെ പുറം കവറും ഉള്ളിലുള്ളത് നെക്ക് കനാൽ സെല്ലും, മനസ്സിലായോ? അപ്പം നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെർട്ടിക്കൽ റോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 6 സെല്ലുകൾ മുകളിൽ അടുക്കി വെച്ചാണ് നെക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ എത്ര സെല്ലുകളുണ്ട്? 4 സെല്ലുകളേ ഉള്ളൂ, മനസ്സിലായോ? ഇനി ഈ നെക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലിനെക്കാട്ടിൽ വലുതായിരിക്കും നെക്ക് കനാൽ സെല്ല്, അതുകൊണ്ട് അതിനകത്തിൽ 4 എണ്ണമേ ഉൾക്കൊള്ളത്തുള്ളൂ, മനസ്സിലായോ? ഇനിയും ആലോചിച്ച് നോക്കിയേ, ആ ഉള്ളിലത്തെ സെല്ലുകൾ പിന്നെ ചെറുതാണ് എങ്കിൽ ഇതിൽ കൂടുതൽ സെല്ലുകൾ അതിനുള്ളിൽ കൊള്ളും, മനസ്സിലായോ? അപ്പം എത്ര സെല്ലുകൾ കൊണ്ടാണോ ആ നെക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെർട്ടിക്കൽ റോസ് എന്ന് പറയും. അതിനുള്ളിലുള്ള സെല്ലുകളാണ് 4 എണ്ണം. അപ്പോൾ ഇനി ഈ കൺസെപ്റ്റ് ഞാൻ തരത്തില്ല, ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, അടുത്ത സ്പീഷീസ് പഠിപ്പിക്കുമ്പോൾ, മനസ്സിലായോ? അതിൽ നോക്കിയാൽ അറിയാം, ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, എണ്ണി നോക്കിയാൽ അറിയാം. ഇനി അതിനുള്ളിൽ എത്ര സെല്ലുകളുണ്ട്? 4 നെക്ക് കനാൽ സെല്ലുണ്ടോ? ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ആർക്കിഗോണിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെ? ഇറ്റ് ഈസ് ഹാവിങ് എ ബേസൽ സൊള്ളൻ പോർഷൻ കോൾഡ് വെൻഡർ ആൻഡ് എ നാരോ ഇലോങ്ങേറ്റഡ് പോർഷൻ കോൾഡ് നെക്ക്. ഇനി വെൻഡറിനകത്തിൽ എന്തൊക്കെയുള്ളത്? വെൻട്രൽ കനാൽ സെല്ലും എഗ് സെല്ലും. നെക്കിനകത്തിലുള്ളത് നെക്ക് കനാൽ സെല്ലും. ഓക്കെ, പിന്നെ ഈ നെക്കിനെ കവർ ചെയ്തുകൊണ്ട് എന്തോ ഉണ്ട്? അതിൻ്റെ എക്സ്ട്രീം ടിപ്പിൽ കവർ സെൽസ്, 4 കവർ സെൽസ്. ഇനി നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഫെർട്ടിലൈസേഷൻ ഇൻ റിക്സിയ. അപ്പോൾ മുമ്പേ നമ്മൾ പഠിച്ചു ആന്ത്രോസോയിഡ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഫെർട്ടിലൈസേഷന് ഇല്ലേ. ഫെർട്ടിലൈസേഷൻ എന്തൊക്കെ വേണം? ആന്ത്രോസോയിഡ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകണം, ദാറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ prior to fertilization the ventral canal cell and neck canal cells disintegrate and forms a mucilaginous mass. ഇപ്പോൾ നെക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിലുള്ള നെക്ക് കനാൽ സെല്ലും വെൻട്രൽ കനാൽ സെല്ലും അങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊരു അതെല്ലാം കൂടെ ഒരു മ്യൂസിലേജിനസ് മാസ്സായിട്ട് മാറും. പിന്നെ അതിനകത്തിൽ എന്തോ ഉണ്ട്? ഏറ്റവും അടിയിൽ ഒരു എഗ്ഗ് മാത്രമേ ഉള്ളൂ, മനസ്സിലായല്ലോ? അങ്ങനെ ഇരുന്നാൽ പോരാ, കവർ സെല്ല് സെപ്പറേറ്റ് ചെയ്ത് ആന്ത്രോസോയിഡ് വരണം ഇല്ലേ, അതിനുള്ള മാർഗമാണ് പറയുന്നത്. ഇറ്റ് അബ്സോർബ്സ് വാട്ടർ, സ്വെൽസ് അപ്പ് ആൻഡ് കംസ് ഔട്ട് ഓഫ് ദ ആർക്കിഗോണിയൽ മൗത്ത് ബൈ പുഷിംഗ് ദ കവർ സെൽസ് അപ്പാർട്ട്. അപ്പം മ്യൂസിലേജിനസ് മാസ് എങ്ങനെ ഉണ്ടായതാ? ഡ്യൂ ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വെൻട്രൽ കനാൽ സെൽ ആൻഡ് നെക്ക് കനാൽ സെൽ. And as a result, a mucilaginous mass is formed. And this mucilaginous mass absorbs water and naturally
അറിയാമല്ലോ, മ്യൂസിലേജ് വെള്ളം പശയ്ക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരുന്നത് പോലെ ഇംബൈബിഷൻ നടക്കുമ്പോൾ ഇല്ലേ, വെള്ളം ഒഴിക്കൽ ഇംബൈബ് ചെയ്യുമ്പോൾ അത് സ്വെല്ല് ചെയ്ത് വരുന്നത് പോലെ ഇറ്റ് സ്വെൽസ് അപ്പ് ആൻഡ് കംസ് ഔട്ട് ഓഫ് ദ എന്നിട്ട് പ്രഷർ കൂടിയിട്ട് എല്ലാവരും ഈ മ്യൂസിലേജിനസ് മാസ് കവർ സെല്ലിനെ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ കവർ സെല്ല് ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുന്നു. ആൻഡ് ദിസ് മ്യൂസിലേജിനസ് മാസ് കംസ് ഔട്ട്, കവർ സെല്ലിലൂടെ മ്യൂസിലേജിനസ് മാസ് പുറത്തു വരുന്നു. ഇനി ഈ മ്യൂസിലേജിൽ എന്തൊക്കെയുണ്ട്? സം സോലുബിൾ പ്രോട്ടീൻസ് ആൻഡ് സർട്ടൻ ഇൻഓർഗാനിക് സോഴ്സ് ഓഫ് പൊട്ടാസ്യം ആർ പ്രസൻറ്റ് ഇൻ ദ മ്യൂസിലേജിനസ്. അപ്പം ദർ ഇസ് ദർ ആർ സം കെമിക്കൽ സബ്സ്റ്റൻസസ് ഇല്ലേ, പ്രോട്ടീനും പൊട്ടാസ്യവും ഒക്കെ ഉണ്ട്. ഇത് ഈ ആന്ത്രോസോഡിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസസ് ഈ മ്യൂസിലേജിനസ് മാസിലുണ്ട്. ദെൻ ദീസ് കെമിക്കൽ സബ്സ്റ്റൻസ് അട്രാക്റ്റ് ആന്ത്രോസോയിഡ്സ് ടുവേഴ്സ് ദ എഗ് ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അതേ താലസിൽ തന്നെ ആന്ത്രോസോയിഡ് മെച്ചുറായിട്ട് വന്ന താലസിൻ്റെ പുറത്ത് ഇരിപ്പുണ്ട് ഇല്ലേ. അപ്പോഴത്തേക്ക് എഗ്ഗ് മെച്ചുറായി കഴിഞ്ഞപ്പോൾ നെക്ക് കനാൽ സെല്ലും വെൻട്രൽ കനാൽ സെല്ലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മ്യൂസിലേജിനസ് മാസ് ഉണ്ടായി. മ്യൂസിലേജിനസ് മാസ് വാട്ടർ അബ്സോർബ് ചെയ്തു. ആ പ്രഷറും കൊണ്ട് കവർ സെല്ല് പൊട്ടി. എന്നിട്ട് അതിന് ആർക്കിഗോണിയത്തിന് പുറത്തായിട്ട് ഈ മ്യൂസിലേജിനസ് മാസ് വന്നു. അതിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോട്ടീനും പൊട്ടാസ്യവും ഒക്കെ. അത് ഇറ്റ് attracts anthrozoids towards the neck of the archegonium, and many anthrozoids enter the archegonial neck, but only one anthrozoid penetrates the egg and fertilization is affected, and as a result a diploid zygote is formed, and diploid zygote is otherwise called oospore. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെ ആന്ത്രോസോയിഡ് ഒത്തിരി ഈ നെക്കിനുള്ളിലേക്ക് വരും. പക്ഷെ ഒരൊറ്റ ആന്ത്രോസോയിഡ് മാത്രമേ എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ദിസ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് സ്പോറോഫിറ്റിക് ജനറേഷൻ. അപ്പം ഗ്യാമറ്റോഫിറ്റിക് ജനറേഷൻ്റെ ലാസ്റ്റ് സെല്ലെന്ന് പറയുന്നത് ഏതായിരുന്നു? ഗ്യാമേറ്റ്സ്. അത് ആന്ത്രിഡിയം, ആന്ത്രോസോയിഡ് ആൻഡ് എഗ്. ഗ്യാമേറ്റ്സ് റെപ്രസെൻറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്യാമറ്റോഫിറ്റിക് ജനറേഷൻ ആൻഡ് ദ ഡിപ്ലോയിഡ് സൈഗോട്ട് റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് സെൽ ഓഫ് സ്പോറോഫിറ്റിക് ജനറേഷൻ. അപ്പോഴേ ഈ പാർട്ടിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. കാര്യം ഒത്തിരി ലെങ്തി ആയി പോകും സ്ലൈഡും, അതേപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും പഠിക്കാൻ. അതുകൊണ്ടാണ് ഇനി അടുത്ത് തന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്യും. ഓക്കെ. ഇനിയും ചിലരുടെ നിർദ്ദേശപ്രകാരം ഈ വീഡിയോ അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഇതേ PPTയും തന്നെ എൻ്റെ സൗണ്ട് ഇല്ലാതെ അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രം ഒക്കെ സൂം ചെയ്ത് കാണാൻ സാധിക്കുമല്ലോ. ഓക്കെ. ഇത് മുഴുവനും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ശരി എന്നാൽ.